നമ്മൾ ബണ്ടിച്ചോറിനെ കേട്ടിട്ടുണ്ട്. ഇത് അതുക്കും മേലെയാണ്. സിതാമടിയുടെ റോബിൻഹുഡ്, അതാണ് മുഹമ്മദ് ഇർഫാൻ. ഒന്നും രണ്ടും സംസ്ഥാനങ്ങളിലല്ല, രാജ്യത്തെ എല്ലാ വൻ നഗരങ്ങളിലും ഇർഫാൻ കവർച്ചകൾ നടത്തിയിട്ടുണ്ട്. വജ്രം, സ്വർണം, ആഡംബര കാറുകൾ, ഇതൊക്കെ മാത്രമേ ഈ ബെഡാച്ചോർ മോഷ്ടിക്കൂ. അത്യാഡംബര വീടുകൾ മാത്രമാണ് ഇയാൾ ലക്ഷ്യം വെക്കുക. കൊച്ചി പനമ്പള്ളി നഗറിലെ സംവിധായകൻ ജോഷിയുടെ വീട്ടിലേക്ക് എത്തുന്നതും അങ്ങനെയാണ്. വീട്ടിലെ CCTVയിൽ കുടുങ്ങിയെങ്കിലും ശരിക്കും മുഹമ്മദ് ഇർഫാനെ പെടുത്തിയത് ഇയാൾ വന്ന കാറാണ്. പ്രദേശത്ത് സംശയകരമായി കണ്ട മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള സെലീറിയോ കാർ തുമ്പായി മാറി. ഇതിന് പിന്നാലെ പാഞ്ഞ കൊച്ചി സിറ്റി പോലീസ് 4 സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായം തേടി. ഒടുവിൽ ഉടുപ്പിയിൽ നിന്ന് ഗോവ ലക്ഷ്യമാക്കി പാഞ്ഞ ഇർഫാനെ കോട്ടയിൽ വെച്ച് കർണാടക പോലീസ് പൊക്കി. ജോഷിയുടെ വീട്ടിൽ നിന്ന് കവർ ചെയ്ത ആഭരണങ്ങളും കണ്ടെടുത്തു. കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയ മോഷ്ടാവ് ആരാണ്, എന്താണ്, ഒരറിവുമില്ല. അവിടെ നിന്ന് തുടങ്ങിയ അന്വേഷണം 24 മണിക്കൂറിനകം മുഹമ്മദ് ഇർഫാൻ എന്ന രാജ്യത്തെ 1-ാം നമ്പർ മോഷ്ടാവിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് കൊച്ചി സിറ്റി പോലീസിന്റെ വലിയ നേട്ടം. കവർച്ചയിലൂടെ സമ്പാദിച്ച കോടികളിൽ നിന്ന് തന്റെ ഗ്രാമവാസികൾക്ക് ഇർഫാൻ സഹായങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെയാണ് ബീഹാറിന്റെ സ്വന്തം റോബിൻഹുഡ് എന്ന വെളിപ്പേര് സ്വന്തമാക്കിയത്. മെഡിക്കൽ ക്യാമ്പുകൾ, റോഡ് നിർമ്മാണം തുടങ്ങി പലതും ചെയ്താണ് ഇയാൾ നാട്ടുകാരെ ഒപ്പം നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. മിക്ക കേസുകളിലും വേഗത്തിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയാണ് മുഹമ്മദ് ഇർഫാൻ വീണ്ടും വലിയ കവർച്ചകൾ നടത്തിയിരുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ബിനിൽ തന്നെയുണ്ട് നമ്മളൊപ്പം കൊച്ചിയിൽ നിന്ന്. മില്ലേട്ട, ഇത് ഈ സിനിമാറ്റിക് അല്ലെങ്കിൽ റോബിൻഹുഡ് എന്ന സിനിമ തന്നെ എടുത്തിട്ടുള്ള ആളാണ് സംവിധായകൻ ജോഷി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മോഷണം നടത്തിയ ആൾ, നാട്ടിൽ റോബിൻഹുഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാൾ. ഇത് വല്ലാത്തൊരു കാര്യമുള്ളത്. ക്യാമ്പ് നടത്തുക, റോഡ് നിർമ്മാണം നടത്തുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇയാൾ എവിടേക്കാണ് ഇങ്ങനെ ഈ കള്ളത്തരങ്ങളുമായി നടന്നിട്ടുള്ളത്? എന്തായാലും പോലീസിനെ അഭിനന്ദിക്കണം, അല്ലേ? ദിവിഷ, ജോഷിയുടെ ക്രൈം ത്രില്ലറുകൾ പോലെ തന്നെയുള്ള ഒരു മോഷണമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നത്. ചില്ലറക്കാരനല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയത്. ബീഹാറിന്റെ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാനാണ്. മലയാളികൾക്ക് റോബിൻഹുഡിനെ പരിചയപ്പെടുത്തിയത് ജോഷിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അന്യനാട്ടുകാരുടെ റോബിൻഹുഡ് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ 1 കോടിയോളം രൂപയുടെ വജ്ര ആഭരണങ്ങൾ അടക്കമാണ് ഈ മുഹമ്മദ് ഇർഫാൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് കവർന്നു കൊണ്ടുപോയത്. പക്ഷേ 24 മണിക്കൂറിനകം ആ റോബിൻഹുഡിനെ കേരള പോലീസ്, കൊച്ചി സിറ്റി പോലീസ് വലയിലാക്കി കളഞ്ഞു എന്നതാണ്. ആശ്വസിക്കാം. കാരണം 12 സംസ്ഥാനങ്ങളിൽ വ്യാപകമായി മോഷണം നടന്നിരുന്ന ഒരു നമ്പർ 1 മോഷ്ടാവാണ് ഈ മുഹമ്മദ് ഇർഫാൻ എന്നത്. അദ്ദേഹത്തിന് ആ വിളിപ്പേര്, അതായത് റോബിൻഹുഡ് എന്ന വിളിപ്പേര് വരാനുള്ള കാരണം ബീഹാറിലെ അദ്ദേഹത്തിന്റെ നാട്ടുകാരെ വലിയ രീതിയിൽ സഹായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഈ മോഷണ മുതലുകൾ വിറ്റ് കിട്ടുന്ന കാശിന്റെ ഒരു ഭാഗം നാട്ടിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക, അതോടൊപ്പം തന്നെ അവിടെ പ്രാദേശികമായി റോഡുകൾ നിർമ്മിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രദേശവാസികളുടെ ഒരു താല്പര്യം പിടിച്ചുപറ്റാൻ മുഹമ്മദ് ഇർഫാൻ ശ്രമിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ജൂബിലി ഹിൽസ് പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾ കുടുങ്ങിയത്. വേഗത്തിൽ ഓരോ കേസുകളിലും അറസ്റ്റിലായാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി വീണ്ടും മോഷണങ്ങൾ നടത്തുമെന്നതാണ് ഇയാളുടെ ഒരു രീതി. ഇയാൾ സാധാരണ നിലയിൽ ആഡംബര വീടുകൾ കണ്ടെത്തി ആ വീടുകളിലെത്തി മോഷണം നടത്തി പോവുകയാണ് ഇയാളുടെ ഒരു രീതി. പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയിക്കളയും എന്നതാണ് ഈ മുഹമ്മദ് ഇർഫാനെ പിടികൂടാനുള്ള പ്രയാസം. പക്ഷേ ഇയാൾക്ക് കുരുക്കായി മാറിയത് കൊച്ചിയിലേക്ക് ഇയാൾ വന്ന കാറാണ്. ആ കാറിൽ ഒരു സംശയം തോന്നി. അതിന് പിന്നാലെ അതിന്റെ ഓരോ സ്ഥലത്തു കൂടി ആ കാർ കടന്നുപോയതിന്റെ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് കൊച്ചി സിറ്റി പോലീസ് നിമിഷങ്ങൾക്കകം ഇത്രയും വലിയ കള്ളനെ കൂട്ടിലാക്കി കളഞ്ഞത്. കാരണം പോലീസ് 4 സംസ്ഥാനങ്ങളുടെ സഹായം തേടിയിരുന്നു. കർണാടകയിൽ കൃത്യമായി ഇയാൾ കയറിയത് പോലീസ് മനസ്സിലാക്കി കർണാടക പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ കർണാടക പോലീസ് കൃത്യമായി ആക്ട് ചെയ്തു. ഈ വാഹനവും ജോഷിയുടെ വീട്ടിൽ നിന്ന് ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയ മുഴുവൻ ആഭരണങ്ങളും കണ്ടെടുത്തു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കാരണം ഇയാൾക്ക് ഈ ആഭരണങ്ങളൊക്കെ വിറ്റഴിക്കാനൊന്നും കഴിഞ്ഞില്ല. അതിനു മുൻപ് തന്നെ മുഹമ്മദ് ഇർഫാൻ പോലീസിന്റെ കുരുക്കിലായി പോയി. നാളെ മുഹമ്മദ് ഇർഫാനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും, വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്തായാലും ഉണ്ടാകുക. നമുക്ക് ആശ്വസിക്കാം. കാരണം ഇത്രയും വലിയൊരു കള്ളൻ നമ്മുടെ നാട്ടിലേക്ക് എത്തി. എന്തായാലും അയാളെ വേഗത്തിൽ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു.